1, 2, 7 and a bit more. ഞാനിപ്പോൾ എന്തിനാ ഇത് കൗണ്ട് ചെയ്യുന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? വാ പറഞ്ഞുതരാം. ഒരു ഹ്യൂമൻ ബോഡിയിൽ ഏകദേശം 37 ട്രില്യൺ സെൽസ് ആണുള്ളത്. ആൻഡ് ഈ സെൽസ് എല്ലാം വളരെ ചെറുതാണ്. ടു ബി എക്സാക്ട് 10 മൈക്രോമീറ്റേഴ്സ് ഇൻ ഡയമീറ്റർ. ടു ഗെറ്റ് ദ സ്കെയിൽ റൈറ്റ്, ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം മൈക്രോമീറ്റേഴ്സ് ആണ്. സോ സിംപ്ലി സെയിങ്, നിങ്ങളുടെ DNA എന്ന് പറയുന്നത് നിങ്ങളുടെ സെല്ലിൻ്റെ ഡയമീറ്ററിനേക്കാൾ 2,20,000 ടൈംസ് ലോങ്ങർ ആണ്. ഈ DNA ലെങ്ത് നമുക്ക് എങ്ങനെ മനസ്സിലായെന്നല്ലേ? DNA ലെങ്ത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് DNA സ്ട്രക്ചർ അറിയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. 1953 വാട്സണും ക്രിക്കും റോസലിൻ ഫ്രാങ്ക്ലിൻ്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ ഇമേജസ് യൂസ് ചെയ്തിട്ടാണ് DNA സ്ട്രക്ചർ നമുക്ക് പറഞ്ഞു തരുന്നത്. ആൻഡ് ഈ സ്ട്രക്ചർ അനുസരിച്ച് DNA ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിലാണ് നിൽക്കുന്നത്. അതായത് ഏകദേശം ഒരു വളഞ്ഞു കിടക്കുന്ന കോണിപ്പടി പോലെ. ഈ ഡബിൾ ഹെലിക്സിലെ ഓരോ കോണിപ്പടിയും നൈട്രജൻ ബേസസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ എന്നീ 4 നൈട്രജൻ ബേസസ് ആണ് നമുക്ക് കിടക്കുന്നത്. അഡിനിൻ പെയർസ് വിത്ത് തൈമിൻ ആൻഡ് ഗ്വാനിൻ പെയർസ് വിത്ത് സൈറ്റോസിൻ. നൗ ഇവരുടെ ഇടയിൽ, അതായത് ഈ നൈട്രജൻ ബേസ് പെയർസിന്റെ ഇടയിലുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ 0.34 നാനോമീറ്റേഴ്സ് ആണ്. നമ്മുടെ ഹ്യൂമൻ ജീനോമിൽ ഏകദേശം 3.2 ബില്യൺ ബേസ് പെയർസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 3.2 ബില്യൺ ഇൻറ്റു 0.34 നാനോമീറ്റർ ചെയ്താൽ നമുക്ക് 1.088 മീറ്റേഴ്സ് ആണ് കിട്ടുക. ഇത് ഒരു ഹാപ്ലോയിഡ് സെല്ലിലെ കണക്കാണ്. ആൻഡ് വി ഓൾ നോ ദാറ്റ് ഹ്യൂമൻസ് ആർ ഡിപ്ലോയിഡ്. സോ ഇതിൻ്റെ ഡബിൾ ആണ് ഒരു ഡിപ്ലോയിഡ് സെല്ലിൽ വരിക. ഇനിയാണ് നമ്മുടെ മെയിൻ കൺസേൺ. 2.2 മീറ്റർ നീളമുള്ള ഒരു DNA ജസ്റ്റ് 10 മൈക്രോമീറ്റേഴ്സ് നീളമുള്ള കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റുന്ന ഒരു സെല്ലിനകത്തേക്ക് നമ്മൾ എങ്ങനെ ഫിറ്റ് ചെയ്യും? ഇതിനാണ് നമ്മുടെ ബോഡിക്ക് ഒരു അടിപൊളി പാക്കേജിങ് സിസ്റ്റം ഉണ്ട്. ലെവൽ 1 പാക്കേജിങ് ഹിസ്റ്റോൺസ് യൂസ് ചെയ്തിട്ടാണ്. ഹിസ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലിനകത്തുള്ള പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ്. ആൻഡ് ആസ് യു ഓൾ നോ, DNA ഏത് ചാർജ് ആണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് അല്ലേ? സോ നെഗറ്റീവ് ചാർജ് ആൻഡ് പോസിറ്റീവ് ചാർജ് എന്താ ചെയ്യുക? ദേ അട്രാക്ട്, റൈറ്റ്? 8 ഹിസ്റ്റോൺസ് ഒരുമിച്ച് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാക്കും. ആൻഡ് ഈ ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ മേലെയാണ് നമ്മുടെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള DNA ചുറ്റി കിടക്കുന്നത്. ഒരു ബീഡിന്റെ മേലെ ഒരു ത്രെഡ് ചുറ്റുന്ന പോലെ തന്നെ നിങ്ങൾ ഇമാജിൻ ചെയ്താൽ മതി. ഈ ഹിസ്റ്റോൺ ഒക്ടാമറും അതിന്റെ മേലെ DNA ചുറ്റി കിടക്കുന്നതും ഒരുമിച്ചാണ് നമ്മളൊരു ന്യൂക്ലിയോസോം എന്ന് വിളിക്കുക. DNA എത്ര തവണ ചുറ്റും ചോദിച്ചാൽ ഏകദേശം 1.7 ടൈംസ് ആണ് DNA റാപ്പ് ചെയ്യുന്നത്. ഏകദേശം 147 ബേസ് പെയർസ് കവർ ആവുകയും ചെയ്യും. 200 ബേസ് പെയർസോളം ഉണ്ടെന്ന് ചില ബുക്സിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് എന്തുകൊണ്ട് അവർ പറയുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിലുള്ള ലിങ്കിങ് DNAസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ന്യൂക്ലിയോസോം എന്താണ്, ഹിസ്റ്റോൺസ് എന്താണ് എന്നൊക്കെ മനസ്സിലായില്ലേ? അടുത്തത് ലെവൽ 2 പാക്കേജിംഗ് ആണ്. ഇവിടെയാണ് ക്രൊമാറ്റിൻ ഫൈബേഴ്സ് ഉണ്ടാവുന്നത്. ഇതെങ്ങനെ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നൂലിൽ മുത്ത് കോർത്ത പോലത്തെ ആ ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് വീണ്ടും കോയിൽ ചെയ്തിട്ട് ഒരു 30 നാനോമീറ്റർ ആയിട്ടുള്ള ക്രൊമാറ്റിൻ ഫൈബേഴ്സ് ഉണ്ടാവുന്നു. ഇതാണ് ലെവൽ 2 പാക്കേജിംഗ്. അടുത്തത് ലെവൽ 3 പാക്കേജിംഗ് ആണ്. ഈ പറഞ്ഞ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് ഉണ്ടല്ലോ, അത് വീണ്ടും ലൂപ്പ് ചെയ്യും. വീണ്ടും ലൂപ്പ് ചെയ്ത് ഒരു 300 നാനോമീറ്റർ സ്ട്രക്ചർ ഉണ്ടാവുന്നു. ഈ 300 നാനോമീറ്റർ സ്ട്രക്ചർ വീണ്ടും ലൂപ്പ് ചെയ്ത് തിക്കായിട്ടുള്ള ഒരു 700 നാനോമീറ്റർ ക്രൊമാറ്റിൻ ഫൈബർ ആയിട്ടാണ് നമ്മുടെ സെല്ലിന്റെ ന്യൂക്ലിയസിന്റെ അകത്ത് കിടക്കുന്നത്. നൗ ദ ഫൈനൽ പാർട്ട്, ദി ക്രോമസോംസ്. ഒരു നോർമൽ സിറ്റുവേഷനിൽ നിങ്ങളുടെ സെല്ലിനകത്തുള്ള ന്യൂക്ലിയസ് പാർഷ്യലി പാക്ഡ് ആയിട്ടുള്ള ക്രൊമാറ്റിൻ ഫൈബേഴ്സ് ആയിട്ട് തന്നെയായിരിക്കും കിടക്കുന്നത്. ബട്ട് ഡ്യൂറിംഗ് സെൽ ഡിവിഷൻ അല്ലെങ്കിൽ ജസ്റ്റ് റൈറ്റ് ബിഫോർ സെൽ ഡിവിഷൻ, നിങ്ങളുടെ ക്രൊമാറ്റിൻ ഫൈബർ ഹൈലി കണ്ടൻസ്ഡ് ആവും, ടൈറ്റ്ലി കോയിൽ ആവും, ആൻഡ് ദേ ഫോം ദിസ് എക്സ് ഷേപ്ഡ് ക്രോമസോംസ്. ഇതാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ യൂഷ്വലി കാണാറുള്ളത്. ആൻഡ് നമ്മൾ ഹ്യൂമൻസിന് എത്ര ക്രോമസോം ഉണ്ടെന്നാ പറഞ്ഞാൽ? വി ഹാവ് അബൌട്ട് 46 ക്രോമസോംസ് അല്ലേ? ആൻഡ് ഈ ഓരോ ക്രോമസോംസും ആക്ച്വലി എന്താണെന്ന് ചോദിച്ചാൽ DNA ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ക്ലിയർ ആയോ? നൗ എന്തിനാണ് ഇങ്ങനെയൊക്കെ പാക്ക് ചെയ്യുന്നത്? ജസ്റ്റ് ആ ലോങ് ആയിട്ടുള്ള DNA ചെറിയൊരു സ്പേസ് കൊള്ളിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, സ്പേസ് മാത്രമല്ല ഇവിടെ വിഷയം. ഈ പാക്കേജിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇറ്റ് ഡിറ്റർമൈൻസ് ജീൻ എക്സ്പ്രഷൻ. എങ്ങനെയാണ് ഇത് ജീൻ എക്സ്പ്രഷനെ സഹായിക്കുന്നത്? പറഞ്ഞുതരാം. കുറച്ച് ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ഭാഗമുണ്ട്, കുറച്ച് ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള ഭാഗമുണ്ട്, ശരിയല്ലേ? ഈ ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള അഥവാ ടൈറ്റ്ലി കോയിൽഡ് ആയിട്ടുള്ള ഭാഗം ജീൻ എക്സ്പ്രഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അവർ സൈലന്റ് ആയിട്ട് കിടക്കുകയാണ് ചെയ്യുക. ബട്ട് ദ ലൂസ്ലി പാക്ഡ് പാർട്ട്, അതാണ് ജീൻ എക്സ്പ്രഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ പാക്കേജിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നൗ ദ ക്രേസിയസ്റ്റ് ഫാക്ട് ഓഫ് ഓൾ, ദ ടോട്ടൽ ലെങ്ത് ഓഫ് യുവർ DNA. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ബോഡിയിൽ ഏകദേശം 37 ട്രില്യൺ സെൽസ് ഉണ്ടെന്ന് അല്ലേ? ഇതിൽ പല സെൽസും ന്യൂക്ലിയേറ്റഡ് അല്ല. ഫോർ എക്സാമ്പിൾ ലൈക്ക് RBCs. സോ നമ്മൾ ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സെൽസ് മാത്രം എടുത്ത് അതിലെ DNA ഒക്കെ എടുത്ത് നീളത്തിൽ എൻഡ് ടു എൻഡ് കണക്ട് ചെയ്ത് വെച്ചാൽ ഏകദേശം 37 ബില്യൺ കിലോമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ നീളം ഉണ്ടാവുക. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ ഏകദേശം ദൂരം 150 മില്യൺ കിലോമീറ്റേഴ്സ് ആണ്. എന്നാൽ നമ്മുടെ ബോഡിയിലെ എല്ലാ സെൽസിലെ DNAയും എൻഡ് ടു എൻഡ് കണക്ട് ചെയ്ത് വെച്ച് ഒരു റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഏകദേശം 34 ബില്യൺ കിലോമീറ്റേഴ്സ് ഉണ്ടാവും, ശരിയല്ലേ?
അതായത് നിങ്ങൾ DNA വെച്ച് ഉണ്ടാക്കിയ റോഡ് ഉപയോഗിച്ച് നിങ്ങൾ എർത്തിൽ നിന്ന് സണ്ണിലേക്കും സണ്ണിൽ നിന്ന് തിരിച്ച് എർത്തിലേക്കും വരാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഏകദേശം 114 തവണ നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് സൂര്യനിൽ പോയി സൂര്യനിൽ നിന്ന് തിരിച്ച് ഭൂമിയിൽ വരാനുള്ള നീളമുണ്ട്. Now next time you question your capabilities, remember, impossible എന്ന് തോന്നിപ്പിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ ബോഡിയിലെ ഓരോ സെല്ലും ചുമ്മാ ഈസി ആയിട്ട് ചെയ്യുന്നത്. So don't limit yourself and don't tell yourself you can't, because you can. In fact, you're the only one who can. Happy learning. Goodbye.